2010 ഹൈറ്റിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7.2 മാഗ്നിറ്റ്യൂഡ് ഉള്ളൊരു എർത്ത്ക്വേക്ക് ആണ് അവിടെ ഉണ്ടായത്. 2 ലക്ഷം ആളുകൾ ആണ് അതിൽ മരിച്ചത്. അതിന് 2 മാസത്തിന് ശേഷം ചിലിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. അത് 8.9 മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ 8.9 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7.2-ൽ നിന്നും 1000 ഇരട്ടിയാണ് ആ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണ് ആ സ്കെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഭൂകമ്പത്തിൽ ഹെയ്റ്റിയിൽ സംഭവിച്ചതിൻ്റെ 500-ൽ താഴെ ആളുകളാണ് ചിലിയിൽ മരിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ചിലിയിലെ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് എർത്ത്ക്വേക്ക് സാധ്യതയുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. എവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളത് ഒന്ന്, ലാൻഡ് യൂസിൻ്റെ പ്ലാനിങ്. പല രാജ്യങ്ങളിലും അങ്ങനെ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വീട് വയ്ക്കാനുള്ള അനുമതിയില്ല. രണ്ടാമത്തെ, അവിടെ നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് ഏത് ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ടോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. അപ്പോൾ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കെട്ടിടങ്ങൾ ആയിരിക്കും. മൂന്നാമത്തെ കാര്യം, ഏർലി വാർണിംഗ് സംവിധാനങ്ങൾ വികസിത രാജ്യങ്ങളിൽ എപ്പോഴും പൊതുവെ അഡ്വാൻസ്ഡ് ആയിരിക്കും. നാലാമത്തെ, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ എത്ര വേഗത്തിൽ അവരെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സാഹചര്യം